ഒന്ന് പാടാം. ഈ ഒരു ഹിന്ദി പാട്ടാ പാടിയത് കേട്ടോ. ഇരുന്ന് പാടാം. തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. പരിപാടിയിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം പലപ്പോഴും ഇവിടെ വെച്ച് തന്നെയാണ് ന്യൂ ഇയർ ആഘോഷിക്കാറുണ്ടായിരുന്ന കരിമരുന്ന് പ്രയോഗമൊക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം തന്നെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പൗലോസി പ്രസിഡന്റായിട്ട് ഞാൻ പങ്കെടുക്കുന്ന ആദ്യത്തെ പരിപാടിയായിരിക്കാം. എങ്കിലും ഞാൻ 15 വർഷത്തിനുള്ളിൽ ഒരു റെസിഡൻസ് അസോസിയേഷനെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാം എന്നിൽ അർപ്പിച്ച വിശ്വാസമാണ് എനിക്ക് വോട്ടായി വീണുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ ജനപ്രതിനിധിയായിട്ട് ഈ വാർഡിൽ തന്നെ തിരിച്ചു വന്നത് എന്നുള്ള വിശ്വാസം എനിക്കുള്ളത് കൊണ്ട് ഞാൻ എന്നും ജനങ്ങളുടെ കൂടെ നിൽക്കാറുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാനിത് വെറും വാക്കായിട്ടല്ല പറയുന്നത്. കാരണം 15 വർഷത്തെ എൻ്റെ അനുഭവം വെച്ചുകൊണ്ട് ഞങ്ങൾ ജനങ്ങളുടെ കൂടെ പ്രവർത്തിച്ച ജനപ്രതിനിധികളാണ് വീണ്ടും വീണ്ടും ഇത്തവണയും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനിയുള്ള 15 വർഷം ഞാൻ എങ്ങനെ നിങ്ങളുടെ കൂടെ നിന്നുവോ അതേപോലെ ഞാൻ ഈ 5 വർഷം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഈ 5 വർഷവും നിങ്ങളും എനിക്ക് അതേപോലെ പിന്തുണ നൽകണം. നമുക്ക് ഈ ഡിവിഷൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഒറ്റക്കെട്ടായി നീങ്ങാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരം ആശംസിക്കുന്നു. നന്ദി. ഓക്കെ, കൂടുതൽ പ്രസംഗം പറയേണ്ട കാര്യമില്ല. നമുക്കറിയാം, കൊതുകാണ് കൗൺസിലറെ ഞങ്ങളെ ഏറ്റവും ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. അതിനൊരു സൊല്യൂഷൻ ചെയ്തു തരണം പ്ലീസ്. താങ്ക് യു. അടുത്തതായി നമ്മുടെ കൗൺസിലറെ ഞാനിതിൻ്റെ കൗൺസിലറെ വേദിയിൽ നമ്മുടെ പരിപാടിയിൽ ആദ്യത്തെ പരിപാടിയാണ്. അവതരിച്ച് ഒരു കാലിത്തൊഴുത്തിൽ ഏറ്റവും വിനയപൂർവ്വം, ആ വിനയമാണ് നമ്മൾ കാണേണ്ടത്. ഉണ്ണിയേശുവിനെ കാണാൻ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ്. ആ സന്നിധിയിൽ ചെല്ലുമ്പോൾ പുൽക്കൂട്ടിൽ ഉണ്ണിയേശുവിൻ്റെ പ്രകാശം നമ്മുടെ ദേഹത്തേക്കും വരുന്നു. ഈ പ്രകാശം എല്ലാവരിലും ഉണ്ടാകട്ടെ. ഞാൻ ന്യൂ ഇയറിനെ കുറിച്ച് നമ്മുടെ ബഹുമാനിയായ MLA ശ്രീ TJ വിനോദ് സാറിനെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ നമുക്ക് പരിപാടിയിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം പലപ്പോഴും ഇവിടെ വെച്ച് തന്നെയാണ് ന്യൂ ഇയർ ആഘോഷിക്കാറുണ്ടായിരുന്ന കരിമരുന്ന് പ്രയോഗമൊക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം തന്നെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പൗലോസി പ്രസിഡന്റായിട്ട് ഞാൻ പങ്കെടുക്കുന്ന ആദ്യത്തെ പരിപാടിയായിരിക്കാം. എങ്കിലും ഞാൻ 15 വർഷത്തിനുള്ളിൽ ഒരു റെസിഡൻസ് അസോസിയേഷനെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാം എന്നിൽ അർപ്പിച്ച വിശ്വാസമാണ് എനിക്ക് വോട്ടായി വീണുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ ജനപ്രതിനിധിയായിട്ട് ഈ വാർഡിൽ തന്നെ തിരിച്ചു വന്നത് എന്നുള്ള വിശ്വാസം എനിക്കുള്ളത് കൊണ്ട് ഞാൻ എന്നും ജനങ്ങളുടെ കൂടെ നിൽക്കാറുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാനിത് വെറും വാക്കായിട്ടല്ല പറയുന്നത്. കാരണം 15 വർഷത്തെ എൻ്റെ അനുഭവം വെച്ചുകൊണ്ട് ഞങ്ങൾ ജനങ്ങളുടെ കൂടെ പ്രവർത്തിച്ച ജനപ്രതിനിധികളാണ് വീണ്ടും വീണ്ടും ഇത്തവണയും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനിയുള്ള 15 വർഷം ഞാൻ എങ്ങനെ നിങ്ങളുടെ കൂടെ നിന്നുവോ അതേപോലെ ഞാൻ ഈ 5 വർഷം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഈ 5 വർഷവും നിങ്ങളും എനിക്ക് അതേപോലെ പിന്തുണ നൽകണം. നമുക്ക് ഈ ഡിവിഷൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഒറ്റക്കെട്ടായി നീങ്ങാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരം ആശംസിക്കുന്നു. നന്ദി. ഓക്കെ, കൂടുതൽ പ്രസംഗം പറയേണ്ട കാര്യമില്ല. നമുക്കറിയാം, കൊതുകാണ് കൗൺസിലറെ ഞങ്ങളെ ഏറ്റവും ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. അതിനൊരു സൊല്യൂഷൻ ചെയ്തു തരണം പ്ലീസ്. താങ്ക് യു. അടുത്തതായി നമ്മുടെ കൗൺസിലറെ ഞാനിതിൻ്റെ കൗൺസിലറെ വേദിയിൽ നമ്മുടെ പരിപാടിയിൽ ആദ്യത്തെ പരിപാടിയാണ്. ഒന്ന് പാടാം. ഈ ഒരു ഹിന്ദി പാട്ടാ പാടിയത് കേട്ടോ. ഇരുന്ന് പാടാം.
തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. തേരാ മേരാ പ്യാരി നിർത്തിയ പാട്ടിന്റെ ഭംഗി കുന്നിമണി ചെപ്പിൽ നിന്നും ഒരു നുള്ളു കുങ്കുമം ഞാൻ തൊട്ടെടുത്തു. ഓ ഞാൻ കുന്നിമണി ചെപ്പിൽ നിന്നും ഒരു നുള്ളു കുങ്കുമം ഞാൻ തൊട്ടെടുത്തു. ഓ തൊട്ടെടുത്തു. എന്നിൽ തുമ്പിൽ നിന്നാവർണ്ണൊക്കെ എന്നിലാകെ പടർന്നു. പൂങ്കുലർ വേളാവിടർന്നു. ഓ പൂങ്കുലർ വേളാവിടർന്നു. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി കൊണ്ടും ചുറ്റി. പിന്നെ ഞാൻ പാടിയൊരീണങ്ങളൊക്കെയും നിന്നെ കുറിച്ചായിരുന്നു. പിന്നെ ഞാൻ പാടിണങ്ങളൊക്കെയും നിന്നെ കുറിച്ചായിരുന്നു. അന്തിമയങ്ങിയ നേരത്തു നീ ഒന്നും മിണ്ടാതെ പോയി. എൻ്റെ നെഞ്ചിലെ മൈനീണു. ഓ നെഞ്ചിലെ മൈനീ. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടും ചുറ്റി. ഇന്നെൻ്റെ മുറ്റത്ത് പൊന്നോളം പൂവിനി വന്നു ചിരി തൂകി നിന്നു. വന്നു ചിരി തൂകി നിന്നു. ഓ വന്നു ചിരി തൂകി നിന്നു. ഓ വന്നു ചിരി തൂകി നിന്നു. എടുത്തിട്ട് ഈ തടി വെജ് ഉണ്ടായിരുന്നു. അതുണ്ടായിരുന്നു.
ചോക്ലേറ്റ് ഹോട്ട് ചോക്ലേറ്റ്. ആ 12:30 തുറക്കും. വീഡിയോ ഫോട്ടോ കാണിച്ചാൽ മതി. നീ ഇതിൻ്റെ ഇവിടെ ട്രീയുടെ അവിടെ പോകണോ? ട്രീയുടെ അവിടെ വീഡിയോ ആണോ?